NRIs വീട് പണിയുമ്പോൾ എത്ര പേരെ പണിയേൽപ്പിക്കണം? ഡിസൈൻ, കൺസ്ട്രക്ഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, ലാൻഡ്സ്കേപ്പിംഗ്, സെക്യൂരിറ്റി സിസ്റ്റം, സോളാർ, ഇങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്നാണ് ഒരു വീട് പണി പൂർത്തിയാകുന്നത്. ഇത്രയും പേരെ ഒരുമിച്ച് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ഒരു NRIക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീട് പണിയുമ്പോൾ പല വെണ്ടർമാരെ സമീപിക്കുന്നത് നമ്മളെ ട്രാപ്പിലാക്കും. കഴിഞ്ഞ 20ഓളം വർഷമായി പ്രീമിയം ക്ലയൻസിന്, പ്രത്യേകിച്ച് NRIസിനെ ഹാൻഡിൽ ചെയ്ത് എക്സ്പീരിയൻസിന്റെ ഭാഗമായി എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. കഴിയുമെങ്കിൽ ഒരു വൺ സ്റ്റോപ്പ് കൺസ്ട്രക്ഷൻ സൊല്യൂഷനെ പണി ഏൽപ്പിക്കുക. ഈ പറയുന്ന എല്ലാ ആൾക്കാരും അടങ്ങുന്ന ഒരു ടീമുള്ള നല്ലൊരു ബിൽഡറെ തിരഞ്ഞെടുക്കുക. പണി ഏൽപ്പിക്കുന്നതിന് മുമ്പ് അവരുടെ ഈ മേഖലയിലുള്ള എക്സ്പീരിയൻസും ആഫ്റ്റർ മെയിൻ്റനൻസും മനസ്സിലാക്കിയിട്ട് വേണം ഏൽപ്പിക്കാൻ. അതല്ലെങ്കിൽ നല്ലൊരു പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസിയെ പണി ഏൽപ്പിക്കുക. അവരെ ഏൽപ്പിച്ചുള്ള ഗുണം നമുക്ക് വേണ്ടി അവർ മേൽനോട്ടം വഹിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആർക്കൊക്കെയാണ് സബ് കോൺട്രാക്ട് കൊടുത്തേണ്ടത്, അവർക്ക് എങ്ങനെ ഏത് റേറ്റിനൊക്കെയാണ് അവർക്ക് ലേബർ കോൺട്രാക്ട് കൊടുത്തേണ്ടത്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഒക്കെ എത്ര റേറ്റിനാണ് പർച്ചേസ് ചെയ്തത്, പിന്നെ ബില്ലുകളൊക്കെ ക്ലയൻറ്റ് ബില്ല് ഡയറക്റ്റ് ആയിരിക്കും. അങ്ങനെ ബെനിഫിറ്റുകളുണ്ട് ഈ PMCക്ക്. ഇനി ചെയ്യാവുന്നത് ടോട്ടൽ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്ത് നമ്മൾ തന്നെ നേരിട്ട് ചെയ്യാന്നുള്ളതാണ്. അതിന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കാൻ നമുക്ക് വിശ്വാസമുള്ള ഒരാളെ നിർത്തേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ആൾക്ക് ഇതിനെപ്പറ്റി നല്ല ധാരണയുള്ള ആളായിരിക്കും. അല്ലാതെ ഒരാളിന് വേണ്ടി മാത്രം അവിടെ ഒരാളെ കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. അവിടെ നിൽക്കുന്നയാൾക്ക് ഈ മാസത്തെ പ്രൊജക്ട് പ്ലാനിങ് എന്തൊക്കെയാണ്, എന്തൊക്കെ വർക്കുകൾ അവിടെ നടക്കണം, ഈ ആഴ്ച എന്തൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം, കറക്റ്റ് നല്ല ധാരണയുള്ള ആളായിരിക്കണം അവിടെ നിൽക്കേണ്ടത്. ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദ്യത്തെ 2 ഓപ്ഷനിൽ ഒന്ന് ചൂസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് നല്ലത്. എൻ്റെ അനുഭവം വെച്ച് പലരുടെയും പിറകെ നടന്നാൽ പണവും സമയവും പോകുന്നതല്ലാതെ പ്രത്യേകിച്ചിട്ടൊരു കാര്യമില്ല. ഒരു NRI എന്ന നിലയിൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കാരണം നിങ്ങളുടെ പണവും സമയവും വെറുതെ കളയാനുള്ളതല്ല.